പഴയ ബാക്ടീരിയയിലെ കറുത്തിയം സംസ്കരിക്കുന്ന പ്രവർത്തനമാണ് ഫാക്ടറിയിൽ നടക്കുന്നത്. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കറുത്തിയം തുടങ്ങിയ പദാർത്ഥങ്ങളും അപകടകരമായ മറ്റ് പദാർത്ഥങ്ങളും പ്ലാന്റിലെ വിഷപ്പുകയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ലെഡ് ആസിഡ് ബാക്ടറി റീസൈക്ലിംഗ് പ്ലാന്റ് കറുത്തിയ വിഷവ്യാപനം നടത്തുമെന്നത് യാഥാർത്ഥ്യം മാത്രമാണ്. മനുഷ്യരക്തത്തിൽ പ്രവേശിക്കുന്ന കറുത്തീയത്തിന്റെ കണങ്ങൾ ഹൃദയം, തലച്ചോറ്, വൃക്കകൾ, നാഡീവ്യൂഹം, അസ്ഥികൾ തുടങ്ങിയ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ നൽകിയിട്ടുള്ള പരാതികളിൽ വിവരിക്കുന്നു. ഫാക്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന മലിനീകരണം ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് കുട്ടികളെ ആയിരിക്കും. ശ്വാസം മുട്ടലും ചുമയും എല്ലാമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. ചെറുകിട വ്യവസായ യൂണിറ്റായി പ്രവർത്തനം ആരംഭിച്ച ഫാക്ടറി ഇപ്പോൾ ഏക്കറോളം വ്യാപിച്ചു കഴിഞ്ഞു. ഈ ഫാക്ടറി പൂർണ്ണമായി അടച്ചുപൂടുന്നവരെ ശക്തമായ സമരപരിപാടി നാട്ടുകാർ നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റും വാർഡ് കൗൺസിലറുമായ കുഞ്ഞുഞ്ഞമ്മ പറമ്പത്തൂർ, സെക്രട്ടറി പത്മകുമാർ പത്മക്കാട്ടിൽ, കൗൺസിലർ ഷേർലി രാജൻ തുടങ്ങിയവർ പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തോട് മാന്യമായിട്ട് നിയമപരമായ വഴിക്കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മിനിഞ്ഞാന്നത്തെ ഈ സംഭവവികാസങ്ങൾ കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ആത്മസംയമനം നഷ്ടപ്പെടുകയും അവർ ഈ ഫാക്ടറിയിൽ പഠിക്കലും ഒരു 1,500 പേര് പങ്കെടുക്കുന്ന ഒരു ഉപരോധം നടത്തുകയും തഹസീൽദാർ ഉൾപ്പെടെ ആൾക്കാരെ തടഞ്ഞു നിർത്തുകയും മുനിസിപ്പൽ സെക്രട്ടറി, ആരോഗ്യ വന്ന എല്ലാവരും നമ്മളിവിടെ തടഞ്ഞു നിർത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട തഹസീൽദാരുമായിട്ട് ചർച്ച ചെയ്ത് 2 ദിവസത്തേക്ക് താൽക്കാലം ഇവിടെ അടക്കി ഇടുകയായിരുന്നു. പക്ഷേ അതിലൊന്നും ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഫാക്ടറി ഇവിടെ നിന്നും മാറ്റി കിട്ടാതെ ഞങ്ങളുടെ ജീവനോ സ്വത്തിനോ യാതൊരു വിലയും ഇല്ല. നമുക്കറിയാം നമ്മുടെ വരും തലമുറ ഞങ്ങളെ ഏതായാലും പോയി വരും തലമുറ രക്ഷപ്പെടാം. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് എന്ത് വന്നാലും ഇവിടെ കിടന്ന് ഈ ഫാക്ടറി മുന്നേ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ ഫാക്ടറി ഇവിടെ നടപ്പിക്കാതെ പിന്നോട്ടില്ല എന്നുള്ള ഒറ്റ സമീപനം ഞങ്ങളുടെ നാട്ടുകാർക്കുള്ളൂ. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ പരിസര പ്രദേശത്തെ വീടുകളിലെ ഭിത്തികളിലും ചെടികളിലും കറുത്ത പൊട്ടുപോലെ കറുത്ത പാടുകൾ കാണപ്പെടുന്നു. കിണറുകളിലെ ജലത്തിലും ഇവ കലർന്നിട്ടുണ്ട്. ഫാക്ടറിയുടെ സ്റ്റോർ എന്ന ബോർഡ് സ്ഥാപിച്ച കെട്ടിടത്തിൽ 50-ലേറെ ബീഹാറി തൊഴിലാളികളാണ് നിയമം ലംഘിച്ച് ഫാക്ടറി ഉടമ താമസിപ്പിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂർ നഗരസഭ 8 ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ കേരള മുനിസിപ്പാലിറ്റി ആക്ട് 449(2)(3) വകുപ്രകാരം വിദഗ്ധ ഉപദേശം തേടുന്നതുവരെ ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുന്നത് തീരുമാനിച്ചു. തുടർന്ന് പെർഫെക്റ്റ് അലോയ്സ് ഫാക്ടറി താൽക്കാലികമായി പൂട്ടി. ഫാക്ടറിക്ക് നഗരസഭയിൽ നിന്നും അനുവദിച്ച പ്രവർത്തനാനുമതി ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫാക്ടറിയിൽ നിന്നും ഇത്തരത്തിലൊരു മലിനീകരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഫാക്ടറി അധികൃതരുടെ വിശദീകരണം. ഫാക്ടറിയുടെ സമീപത്ത് ഉപയോഗിച്ച ശക്തമായ ജനറേറ്ററിൽ നിന്നും പുറപ്പെട്ട മാലിന്യമാണ് ആരോപണത്തിന് കാരണമെന്നും ഫാക്ടറി ഉടമയുടെ നിലപാട്. ഫാക്ടറിയുടെ സമയം ഉപയോഗിച്ച ശക്തിയേറിയ ജനറേറ്ററിൽ നിന്നും പുറപ്പെട്ട മാലിന്യമാണ് ആരോപണത്തിന് കാരണമെന്നാണ് ഫാക്ടറി ഉടമയുടെ നിലപാട്. പ്രദേശവാസികളുടെ ആരോഗ്യത്തെയും നിലനിൽപ്പിനെയും തന്നെ അപകടത്തിലാക്കുന്ന പെർഫെക്റ്റ് അലോയ്സ് ഫാക്ടറി അടിയന്തരമായി അടച്ചുപൂട്ടണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു. ജനനിബിഡ പ്രദേശങ്ങളിൽ ഇത്തരം ഫാക്ടറിക്ക് അനുമതി നൽകുന്ന അധികൃത നടപടിയും തിരുത്തേണ്ടിയിരിക്കുന്നു. ACV ന്യൂസ്, ചെങ്ങന്നൂർ.